1998 ഡിസംബർ 3 ഇംഗ്ലണ്ടിലെ വെസ്റ്റ് ലണ്ടനിലുള്ള ഹെയ്സ് ടൗൺ ആണ് സ്ഥലം. അന്ന് ലണ്ടൻ ഹീത്രോ എയർപോർട്ടിലെ കസ്റ്റംസ് ഏജന്റായിരുന്ന 27 വയസ്സുകാരി സുർജിത് കൗർ അദ്വാൾ ഇന്ത്യയിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്കുള്ള ഫ്ലൈറ്റാണ് സുർജിത് കൗർ ബുക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്നും പഞ്ചാബിലേക്ക് പോകും. 15 ദിവസത്തോളം പഞ്ചാബിൽ ചെലവഴിച്ച് ഹസ്ബൻഡിന്റെ ഫാമിലിയിലെ 2 വിവാഹ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഡിസംബർ 18 ലണ്ടനിലേക്ക് തന്നെ തിരിച്ചു വരികയും ചെയ്യും. ഇതാണ് സുർജിത് കൗറിന്റെ യാത്രാ പ്ലാൻ. റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ ബുക്ക് ചെയ്ത് കൃത്യമായി ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു യാത്രയായിരുന്നു അത്. ഡിസംബർ 3 തന്റെ 7 വയസ്സുള്ള മകളോടും 9 മാസം മാത്രം പ്രായമുള്ള മകനോടും യാത്ര പറഞ്ഞ് സുർജിത് കൗർ വീട്ടിൽ നിന്നും ഇറങ്ങി. ഇതേ സമയം UK-യിലെ ക്രൈം സ്റ്റോപ്പേഴ്സിന്റെ നമ്പറിലേക്ക് ഒരു അജ്ഞാത ഫോൺ കോൾ വന്നു. ബ്രിട്ടനിലെ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനായി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ഒരു സ്വതന്ത്ര സംഘടനയാണ് ക്രൈം സ്റ്റോപ്പേഴ്സ് UK. നടക്കാൻ പോകുന്ന ഒരു കുറ്റകൃത്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് തുറന്നു പറയണമെന്നുണ്ട്. ഐഡന്റിറ്റി പുറത്തറിയാനും പാടില്ല. ഇങ്ങനെയുള്ളവർ പോലീസിനെ വിളിക്കുന്നതിന് പകരം ക്രൈം സ്റ്റോപ്പേഴ്സിനെ വിളിക്കാറാണ് പതിവ്. ക്രൈം സ്റ്റോപ്പേഴ്സ് ഈ വിവരങ്ങൾ പോലീസിനെ അറിയിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. അന്ന് ക്രൈം സ്റ്റോപ്പറിനെ വിളിച്ചത് ഒരു സ്ത്രീയായിരുന്നു. അവരുടെ മെസ്സേജ് ഇങ്ങനെയാണ്: ഇന്ന് ലണ്ടനിൽ നിന്നും ഡൽഹിയിലേക്ക് ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട്. അതിലെ യാത്രക്കാരിയായ സുർജിത് കൗർ അദ്വാൾ ഇന്ത്യയിൽ വെച്ച് കൊല ചെയ്യപ്പെടും. കഴിയുമെങ്കിൽ അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് ഫ്ലൈറ്റിന്റെ നമ്പർ ഉൾപ്പെടെ പറഞ്ഞു കൊടുത്തിട്ടാണ് ആ കോൾ ഡിസ്കണക്ട് ആയത്. പക്ഷേ ക്രൈം സ്റ്റോപ്പേഴ്സിന്റെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ നടന്നില്ല. അന്ന് സുർജിത് കൗർ അദ്വാൾ ഇന്ത്യയിലേക്കുള്ള ഫ്ലൈറ്റ് കയറി. പക്ഷേ ഡിസംബർ 18 തിരിച്ച് ലണ്ടനിലേക്കുള്ള ഫ്ലൈറ്റിൽ സുർജിത് കൗർ ഉണ്ടായിരുന്നില്ല. ആരാണ് സുർജിത് കൗർ അദ്വാൾ? ഇന്ത്യയിൽ വെച്ച് അവൾക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ആയിരത്തി 1971 ജൂലൈ 17 ഇംഗ്ലണ്ടിലെ വെസ്റ്റ് മിഡിൽലാൻഡ്സ് കൗണ്ടിയിലുള്ള കോവൻട്രി എന്ന സിറ്റിയിലാണ് സുർജിത് കൗർ ജനിച്ചത്. മൊഹീന്ദർ പാൽ സിംഗ് ദില്ലനും സുരീന്ദർ കൗറുമാണ് സുർജിത്തിന്റെ പാരന്റ്സ്. അച്ഛനും അമ്മയും 3 സഹോദരിമാരും 2 സഹോദരന്മാരും അടങ്ങുന്ന വലിയൊരു സിഖ് കുടുംബമായിരുന്നു അവളുടേത്. കുടുംബം പഞ്ചാബിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയിട്ട് വർഷങ്ങളായി. എന്നിട്ടും അവരുടെ യാഥാസ്ഥിതിക ചിന്താഗതിക്കൊന്നും ഒരു മാറ്റവും വന്നിട്ടുണ്ടായിരുന്നില്ല. പെൺകുട്ടികളെ ചെറുപ്പം മുതൽ തന്നെ കർശന മേൽനോട്ടത്തിലാണ് വളർത്തിയിരുന്നത്. പലപ്പോഴും വീട്ടിൽ നിന്നും പുറത്തു പോവാൻ പോലും അനുവദിച്ചിരുന്നില്ല. ഇതിനു പുറമെ എല്ലാവരെയും കൗമാരപ്രായത്തിൽ തന്നെ വിവാഹം കഴിപ്പിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് 1987 സുർജിത് കൗർ വിവാഹിതയായത്. വിവാഹം കഴിക്കുമ്പോൾ സുർജിത്തിന് 16 വയസ്സ് മാത്രമായിരുന്നു പ്രായം. പഞ്ചാബിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കുടിയേറിയ മറ്റൊരു സിഖ് കുടുംബത്തിലെ അംഗമായ 26 വയസ്സുകാരൻ സുഖ്ദേവ് സിംഗ് അദ്വാളായിരുന്നു സുർജിത്തിന്റെ വരൻ. ഇത്ര ചെറുപ്പത്തിൽ, അതും തന്നെക്കാൾ 10 വയസ്സ് മുതിർന്ന ഒരാളെ വിവാഹം കഴിക്കുന്നതിൽ സുർജിത്തിന് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. അതേസമയം പാരന്റ്സിനെ എതിർക്കാനും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഈ വിവാഹം നടക്കുന്നത്. വിവാഹത്തിന് മുൻപ് സുർജിത് കൗർ സുഖ്ദേവ് സിംഗിനെയും കുടുംബത്തെയും ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. 4 പേരടങ്ങുന്നതായിരുന്നു അദ്വാൾ ഫാമിലി. വിധവയായ ബച്ചൻ കൗർ അദ്വാളാണ് കുടുംബനാഥ. അവരുടെ മൂത്ത മകൻ സുഖ്ദേവ് സിംഗ് അദ്വാൾ, ഇളയ മകൻ ഹർദേവ് സിംഗ് അദ്വാൾ, മകൾ ഭജൻ കൗർ അദ്വാൾ. ഇതായിരുന്നു അദ്വാൾ ഫാമിലി. ആ കുടുംബത്തിലേക്ക് 5ാമത്തെ അംഗമായി എത്തിയ പെൺകുട്ടിയാണ് സുർജിത് കൗർ അദ്വാളെങ്കിലും ആ കുടുംബനാമം അവളുടെ പേരിൽ മാത്രമായി ഒതുങ്ങി. അവളെ കുടുംബത്തിലെ ഒരു അംഗമായി കാണാൻ സ്വന്തം ഭർത്താവായ സുഖ്ദേവ് സിംഗ് അദ്വാൾ പോലും തയ്യാറായില്ല. വിവാഹം കഴിഞ്ഞ് ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ തന്നെ സുർജിത്തിന് ചില കാര്യങ്ങൾ മനസ്സിലായി. കുടുംബനാഥിയായ ബച്ചൻ കൗർ അദ്വാളിന്റെ വാക്ക് അന്തിമമായിരിക്കും. അവരോട് കൂടിയാലോചിക്കാതെ ആ വീട്ടിൽ ആരും ഒരു തീരുമാനം പോലും എടുക്കില്ല. തന്റെ ഭർത്താവ് ഉൾപ്പെടെ എല്ലാവരും അവരുടെ നിയന്ത്രണത്തിലാണ്. സ്വാഭാവികമായും വിവാഹശേഷമുള്ള സുർജിത്തിന്റെ ജീവിതം നരകതുല്യമായി മാറി. പഠനത്തിൽ ശ്രദ്ധിക്കുകയും ലൈഫ് എക്സ്പ്ലോർ ചെയ്യുകയും ചെയ്യേണ്ട പ്രായത്തിൽ സുർജിത് കൗർ അമ്മായിയമ്മയുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ അലക്കിയും എച്ചിൽ പാത്രങ്ങൾ കഴുകിയും വീട് വൃത്തിയാക്കിയും ഒരു വേലക്കാരിയെ പോലെ ആ വീട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കി. ഇതിനു പുറമെ വീട്ടുജോലികളിൽ എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ ബച്ചൻ കൗറിന്റെ വക ശകാരവും ഭർത്താവ് സുഖ്ദേവ് സിംഗിന്റെ വക ക്രൂരമർദ്ദനവും പതിവായി. എന്നും റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന സുർജിത്തിന്റെ വിഷമങ്ങൾ കേൾക്കാൻ ഒരാൾ പോലും ഉണ്ടായില്ല, സ്വന്തം വീട്ടുകാർ പോലും.
ഭർത്തൃ വീട്ടിൽ അനുഭവിക്കേണ്ടി വരുന്ന മാനസിക പീഡനങ്ങളെക്കുറിച്ചും സുഖ്ദേവ് ശാരീരിക പീഡനം ഏൽപ്പിക്കുന്നതിനെക്കുറിച്ചുമെല്ലാം സുർജിത്ത് അവളുടെ പാരന്റ്സിനോടും സഹോദരന്മാരോടും പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ ഇതെല്ലാം കുറച്ചു ദിവസത്തെ കാര്യം മാത്രമാണെന്നും എല്ലാം ക്ഷമയോടെ സഹിച്ചാൽ ഒരു ദിവസം നിനക്ക് നിന്റെ അമ്മായിയമ്മയുടെ മനസ്സിലൊരു സ്ഥാനം ലഭിക്കുമെന്നും അന്നീ പ്രശ്നങ്ങളെല്ലാം അവസാനിക്കുമെന്നും പറഞ്ഞ് അവർ സുർജിത്തിനെ തിരിച്ചയക്കുകയാണ് ചെയ്തത്. വീണ്ടും അവൾ ഈ പീഡനങ്ങളെല്ലാം സഹിച്ച് ഭർത്തൃ വീട്ടിൽ തന്നെ തുടർന്നു. അങ്ങനെയിരിക്കെ 1989 സുഖ്ദേവ് സിംഗിന്റെ അനിയൻ ഹർദേവ് സിംഗ് വിവാഹിതനായി. ഇംഗ്ലണ്ടിൽ തന്നെയുള്ള മറ്റൊരു സിഖ് കുടുംബത്തിലെ അംഗം സർബ്ജിത്ത് എന്ന പെൺകുട്ടിയായിരുന്നു വധു. വളരെ നിഷ്കളങ്കിയായ പെൺകുട്ടിയായിരുന്നു സർബ്ജിത്ത്. വിവാഹം കഴിഞ്ഞുള്ള ആദ്യ നാളുകളിൽ തന്നെ അവളും അദ്വാൾ കുടുംബത്തിലെ സാഹചര്യം മനസ്സിലാക്കി. സുർജിത് കൗറിനോട് എങ്ങനെയാണോ അവർ പെരുമാറിയിരുന്നത് അതേ രീതിയിൽ തന്നെയായിരുന്നു സർബ്ജിത്തിനോടും പെരുമാറിയിരുന്നത്. 2 മരുമക്കളെയല്ല 2 അടിമകളെയായിരുന്നു അദ്വാൾ കുടുംബത്തിന് ആവശ്യം. 1991 ഏതാനും മാസങ്ങളുടെ വ്യത്യാസത്തിലാണ് സുർജിത് കൗറും സർബ്ജിത്തും പ്രഗ്നന്റ് ആയത്. അപ്പോഴും അവരോടുള്ള ബച്ചൻ കൗറിന്റെ സമീപനത്തിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല. പീഡനങ്ങൾ തുടർക്കഥയായിക്കൊണ്ടിരുന്നു. ഇരുവരുടെയും പ്രസവത്തിന് ശേഷം കാര്യങ്ങൾ ഒന്നുകൂടി വഷളായി. കുട്ടികൾ കരഞ്ഞാൽ പോലും ചീത്ത പറയുന്ന അവസ്ഥ. ഇതേ രീതിയിൽ തന്നെ കുറച്ചു കാലങ്ങൾ കടന്നുപോയി. സുർജിത്തിന്റെയും സർബ്ജിത്തിന്റെയും കുട്ടികൾ സ്കൂളിൽ പോയി തുടങ്ങി. കുട്ടികളോട് തന്നെ മുത്തശ്ശി എന്ന് വിളിക്കരുത് എന്നും അമ്മ എന്ന് വിളിച്ചാൽ മതിയെന്നുമാണ് ബച്ചൻ കൗർ പറഞ്ഞിരുന്നത്. അതിൻ പ്രകാരം സുർജിത്തിന്റെയും സർബ്ജിത്തിന്റെയും കുട്ടികൾ ബച്ചൻ കൗറിനെയാണ് അമ്മ എന്ന് വിളിക്കാറുള്ളത്. ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴും അവർ എല്ലാവരും ഒരുമിച്ചാണ് അടുത്തുള്ള ഗുരുദ്വാരയിൽ പ്രാർത്ഥിക്കാനായി പോവാറുള്ളത്. അതുകൊണ്ട് തന്നെ പുറമെ നിന്ന് നോക്കുന്നവർക്ക് അദ്വാൾ കുടുംബം മതഭക്തരും സന്തോഷത്തോടെയും ഒത്തൊരുമയോടെയും ജീവിക്കുന്നവരാണ് എന്ന് മാത്രമേ അറിയൂ. ആ വീടിനകത്ത് നടക്കുന്നത് എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് ഒരാൾക്കും ഒരറിവും ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾ കടന്നുപോയി. ഭർത്താവും അമ്മായിയമ്മയും എത്ര തന്നെ ഉപദ്രവിച്ചാലും സർബ്ജിത്ത് അതെല്ലാം സഹിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ സുർജിത് കൗർ പ്രതികരിക്കാൻ തുടങ്ങി. മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ബച്ചൻ കൗറിന്റെയും ഭർത്താവ് സുഖ്ദേവിന്റെയും ആജ്ഞകളൊന്നും താൻ അനുസരിക്കില്ല എന്ന് അവൾ ഉറച്ച തീരുമാനമെടുത്തു. എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കണമെന്ന ഉദ്ദേശത്തോടെ സുർജിത്ത് ജോലി അന്വേഷിക്കാൻ തുടങ്ങി. വളരെ നാളത്തെ ശ്രമങ്ങൾക്കൊടുവിൽ ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിൽ കസ്റ്റംസ് ഏജന്റായി അവൾക്ക് ജോലി ലഭിച്ചു. നിലവിൽ സുർജിത് കൗറിനെ സംബന്ധിച്ച് ജയിൽ മോചിതയായ ഒരു പ്രതീതിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ലഭിക്കുന്ന സ്വാതന്ത്ര്യം അവൾ പരമാവധി എൻജോയ് ചെയ്തു. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ജോലി സ്ഥലത്ത് അവൾ ധാരാളം സുഹൃത്തുക്കളെ സമ്പാദിച്ചു. അവരോടൊപ്പമുള്ള ഓരോ ദിവസവും അവൾ ആസ്വദിച്ചു. സുഹൃത്തുക്കളെ പോലെ മേക്കപ്പ് ഇടുകയും മോഡേൺ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തു. എന്നാൽ ഇതൊന്നും ബച്ചൻ കൗറിനോ സുഖ്ദേവ് സിംഗിനോ ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും ഇതേ ചൊല്ലി വഴക്ക് പതിവായി. വേറെ നിവൃത്തിയില്ലാതായതോടെ സുർജിത് കൗർ മകളെയും എടുത്ത് ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോവുകയും ജോലി സ്ഥലത്തിനടുത്തായി മറ്റൊരു വീട് റെന്റിനെടുത്ത് താമസം ആരംഭിക്കുകയും ചെയ്തു. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കി. വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് പറഞ്ഞ് സുഖ്ദേവ് സിംഗ് വാടക വീട്ടിലെത്തിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ഇതോടെ സുർജിത് കൗർ ഒരു നിബന്ധന മുന്നോട്ട് വെച്ചു. തിരിച്ചു വരാം, പക്ഷേ എല്ലാവരും കൂടി ഒരു വീട്ടിൽ താമസിക്കാൻ കഴിയില്ല. നമുക്ക് മാത്രമായി പുതിയൊരു വീട് വേണം. ഇതായിരുന്നു സുർജിത് കൗറിന്റെ ആവശ്യം. അതിശയകരമെന്ന് പറയട്ടെ, സുർജിത്തിന്റെ ആവശ്യം സുഖ്ദേവ് സിംഗ് അംഗീകരിച്ചു. അവൻ അമ്മ ബച്ചൻ കൗറിനോട് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുകയും അവരുടെ വീടിന്റെ തൊട്ടടുത്തായി തന്നെ മറ്റൊരു വീട് വാങ്ങുകയും ചെയ്തു. ഇതോടെ സുർജിത് കൗർ മകളുമായി ആ വീട്ടിലേക്ക് തിരിച്ചു വന്ന് സുഖ്ദേവിനോടൊപ്പം താമസിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും അവൾ ജോലിക്ക് പോകുന്നത് തുടർന്നു. വർഷങ്ങൾ വീണ്ടും കടന്നുപോയി. താമസം മാറ്റിയെന്നല്ലാതെ സുഖ്ദേവിന്റെ സ്വഭാവത്തിൽ കാര്യമായൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. നിലവിൽ സുർജിത്ത് ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ അവൾക്ക് അന്യപുരുഷന്മാരുമായി ബന്ധമുണ്ട് എന്നുള്ള സംശയമായിരുന്നു സുഖ്ദേവിന്റെ പുതിയ പ്രശ്നം. 1997 സുർജിത്ത് പ്രഗ്നന്റ് ആവുകയും അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകുകയും ചെയ്തതോടെ അയാളുടെ സംശയം വർദ്ധിച്ചു. ഈ കുട്ടിയുടെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചായിരുന്നു പിന്നീടുള്ള പ്രശ്നങ്ങൾ. സുഖ്ദേവിന്റെ വാക്കുകൾ സുർജിത്തിനെ വല്ലാതെ വിഷമിപ്പിച്ചു. നിലവിൽ സുഖ്ദേവ് മാത്രമല്ല, അദ്വാൾ കുടുംബത്തിലെ എല്ലാവരും സുർജിത്തിനെ സംശയത്തോടെയായിരുന്നു കണ്ടിരുന്നത്. ഇതോടെ പുതിയ വീട്ടിലെ ജീവിതവും സുർജിത്തിനെ ശ്വാസം മുട്ടിക്കാൻ തുടങ്ങി. തന്നെ സ്നേഹിക്കുന്ന ആളുകളുടെ പ്രസൻസ് അവൾ കൂടുതലായി ആഗ്രഹിച്ചു. സ്വാഭാവികമായും സഹപ്രവർത്തകരോടൊപ്പം അവൾ കൂടുതൽ സമയം ചിലവഴിക്കാൻ തുടങ്ങി. പതിയെ അതിലൊരു യുവാവുമായി സുർജിത് കൗർ കൂടുതൽ അടുത്തു. ആ അടുപ്പം പ്രണയമായി മാറി. പക്ഷേ എന്നും ജോലിക്കായി വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സുർജിത്തിനെ സുഖ്ദേവ് സിംഗ് ഫോളോ ചെയ്യാറുണ്ട് എന്നുള്ള കാര്യം സുർജിത്തിന് അറിയില്ലായിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സുർജിത്തിന് പുതിയൊരു പ്രണയമുണ്ട് എന്നുള്ള കാര്യം സുഖ്ദേവ് മനസ്സിലാക്കി. അവൻ ഈ വിവരം അമ്മയോടും സഹോദരങ്ങളോടും പറഞ്ഞു. ഇതോടെ സുർജിത് കൗർ നമ്മുടെ കുടുംബത്തിന്റെ പ്രശസ്തിക്ക് കളങ്കമുണ്ടാക്കിയെന്നും അവളെ ഒരു പാഠം പഠിപ്പിക്കണമെന്നും അദ്വാൾ കുടുംബം തീരുമാനിച്ചു.
അദ്വാൾ കുടുംബത്തിലെ എല്ലാവരും തന്റെ പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞു എന്ന് മനസ്സിലാക്കിയ സുർജിത് കൗർ 1998 നവംബർ മാസത്തിൽ ഒരു ദിവസം സുഖ്ദേവിനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടു. ഉടനടി സുഖ്ദേവ് ഈ കാര്യം അമ്മയെ അറിയിച്ചു. എന്നാൽ ഡിവോഴ്സ് എന്ന ആവശ്യം ബച്ചൻ കൗർ അംഗീകരിച്ചില്ല. പകരം സുർജിത് കൗർ ഒഴികെയുള്ള അദ്വാൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും ചേർന്ന് ആ വീട്ടിൽ വെച്ചൊരു ഗൂഢാലോചന നടത്തി. ബച്ചൻ കൗർ, സുഖ്ദേവ് സിംഗ്, ഹർദേവ് സിംഗ്, ഭജൻ കൗർ, സർബ്ജിത്ത് എന്നിവർ ആ ഗൂഢാലോചനയിൽ പങ്കെടുത്തു. സുർജിത് കൗർ നമ്മുടെ കുടുംബത്തിന്റെ പേര് കളങ്കപ്പെടുത്തിയതിനു ശേഷം മറ്റൊരുത്തന്റെ കൂടെ പോവാനാണ് ഉദ്ദേശിക്കുന്നത് എന്നും അതിനാൽ അവൾ പോകുന്നതിന് മുൻപ് നമുക്ക് അവളെ ഒഴിവാക്കണമെന്നും തെളിവുകളൊന്നും അവശേഷിപ്പിക്കാതെ സുർജിത് കൗറിനെ കൊലപ്പെടുത്തുന്നതിനായി ഇന്ത്യയിലെ ഒരാളുമായി താൻ ധാരണയിലെത്തിയിട്ടുണ്ട് എന്നുമാണ് ബച്ചൻ കൗർ ആ മീറ്റിംഗിൽ പറഞ്ഞത്. ബച്ചൻ കൗറിന്റെ ഈ ആശയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സുർജിത് കൗറിന്റെ ഭർത്താവ് സുഖ്ദേവ് സിംഗിനുൾപ്പെടെ. സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുന്നതിൽ അതിയായി സന്തോഷിച്ചത് അയാളാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ ഇതെല്ലാം കേട്ട് ഭയന്നുപോയ ഒരാളുണ്ട്. ഹർദേവ് സിംഗിന്റെ ഭാര്യ സർബ്ജിത്ത്. സുർജിത്തിനെ ഈ കാര്യം അറിയിക്കണമെന്ന് അവൾ ചിന്തിച്ചതാണെങ്കിലും ഹർദേവിനെയും ബച്ചൻ കൗറിനെയും ഭയമുള്ളതിനാൽ അവൾക്കതിനുള്ള ധൈര്യമുണ്ടായില്ല. ഈ ഗൂഢാലോചന നടന്നതിന്റെ അടുത്ത ദിവസം തന്നെ ബച്ചൻ കൗർ സുർജിത്തിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി വളരെ സ്നേഹത്തോടെ ഒരു കാര്യം പറഞ്ഞു. അത് ഇങ്ങനെയാണ്: ഇന്ത്യയിലുള്ള നമ്മുടെ ബന്ധുവീടുകളിൽ 2 വിവാഹങ്ങൾ നടക്കാനുണ്ട്. അവ രണ്ടിലും ഞാൻ പങ്കെടുക്കുന്നുണ്ട്. എന്റെ മൂത്ത മരുമകൾ എന്ന നിലയ്ക്ക് നീയും ആ വിവാഹ ചടങ്ങുകളിൽ പങ്കെടുക്കണമെന്നതാണ് എന്റെ ആഗ്രഹം. നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം നമ്മൾ ഒരുമിച്ച് ഒരു യാത്ര പോലും നടത്തിയിട്ടില്ല. ഇപ്പോൾ നീ എന്റെ മകനിൽ നിന്നും വിവാഹമോചനം ആഗ്രഹിക്കുന്നു. ഇന്ത്യയിൽ പോയി തിരിച്ചു വന്നാലുടൻ അവനിൽ നിന്നും നിനക്ക് വിവാഹമോചനം ലഭിക്കും. അതിനുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു തരാം. വെറുതെ ഇന്ത്യയിലുള്ള നമ്മുടെ ബന്ധുക്കളെ ഇതൊക്കെ അറിയിക്കേണ്ട ആവശ്യമുണ്ടോ? അതിനാൽ നീ എന്റെ കൂടെ ഇന്ത്യയിലേക്ക് വരണം. ഇതായിരുന്നു ബച്ചൻ കൗർ സുർജിത്തിനോട് പറഞ്ഞത്. ഒരു തവണ ഇന്ത്യയിൽ പോയി വന്നു കഴിഞ്ഞാൽ വിവാഹമോചനം നേടാം, ഇൻഡിപെൻഡന്റ് ലൈഫും നയിക്കാം. ഈ ഒരൊറ്റ ചിന്ത മാത്രമായിരുന്നു സുർജിത് കൗറിന്റെ മനസ്സിലൂടെ കടന്നുപോയത്. അതിനു പിന്നിലുള്ള അപകടത്തെക്കുറിച്ച് അവൾ ചിന്തിച്ചു പോലും നോക്കിയില്ല. യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വെച്ച് സുർജിത്തിനെ കൊലപ്പെടുത്തുക എന്നതായിരുന്നു ബച്ചൻ കൗറിന്റെ പ്ലാൻ. ഇത് മനസ്സിലാക്കാതെ അവൾ ഇന്ത്യയിലേക്ക് പോവാൻ സമ്മതമറിയിക്കുകയായിരുന്നു. യാത്രയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ആരംഭിച്ചു. ഡിസംബർ 3 പോയി 15 ദിവസങ്ങൾ ഇന്ത്യയിൽ ചിലവഴിച്ച് ഡിസംബർ 18 തിരിച്ചു വരും. ഇതാണ് പ്ലാൻ. ഇരുവർക്കുമുള്ള റിട്ടേൺ ടിക്കറ്റ് ഉൾപ്പെടെ ബുക്ക് ചെയ്തതുകൊണ്ട് തന്നെ സുർജിത് കൗറിന് ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്ലാനിങ്ങിനെ കുറിച്ച് അറിയുന്ന സർബ്ജിത്ത് വളരെയധികം ടെൻഷൻ അടിച്ചിട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കിയത്. ഒടുവിൽ അവൾ ഭർത്താവ് ഹർദേവ് സിംഗിനോട് കാര്യം പറഞ്ഞു. ഈ പ്ലാൻ ഉപേക്ഷിക്കാൻ അമ്മയെ നിർബന്ധിക്കണമെന്നായിരുന്നു സർബ്ജിത്ത് ആവശ്യപ്പെട്ടത്. എന്നാൽ ഹർദേവ് സിംഗ് സർബ്ജിത്തിന്റെ വാക്ക് കേട്ടില്ല എന്ന് മാത്രമല്ല അവളെ ഭീഷണിപ്പെടുത്തി വായടപ്പിക്കുകയും ചെയ്തു. അവരെ ഭയന്ന് സുർജിത്തിനോട് ഈ കാര്യങ്ങൾ നേരിട്ട് പറയാനും അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഡിസംബർ 3, അതായത് ബച്ചൻ കൗറും സുർജിത്തും ഇന്ത്യയിലേക്ക് ഫ്ലൈറ്റ് കയറുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് സർബ്ജിത്ത് ക്രൈം സ്റ്റോപ്പേഴ്സ് UK ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് ഈ കാര്യം പറഞ്ഞത്. എന്നാൽ ക്രൈം സ്റ്റോപ്പേഴ്സിന്റെ ഭാഗത്തു നിന്നും കാര്യമായൊരു ഇടപെടൽ നടന്നില്ല. സുർജിത് കൗർ അവളുടെ 7 വയസ്സുള്ള മകളോടും 9 വയസ്സ് മാത്രം പ്രായമുള്ള മകനോടും ബൈ പറഞ്ഞ് ബച്ചൻ കൗറിനോടൊപ്പം ഇന്ത്യയിലേക്ക് പോയി. പിന്നീട് സർബ്ജിത്ത് ഭയപ്പെട്ടതുപോലെ തന്നെ ഡിസംബർ 18 ബച്ചൻ കൗർ തനിച്ചാണ് ഇന്ത്യയിൽ നിന്നും തിരിച്ചു വന്നത്. ബച്ചൻ കൗറിന്റെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ തന്നെ സുർജിത് കൗർ കൊല ചെയ്യപ്പെട്ടു എന്ന് സർബ്ജിത്തിന് മനസ്സിലായി. അവൾ ഉടനെ പോലീസ് സ്റ്റേഷനിലേക്കൊരു കത്തയച്ചു. അതിൽ അദ്വാൾ ഫാമിലി നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ചും ഇന്ത്യയിലേക്ക് പോയ സുർജിത്ത് തിരിച്ചെത്തിയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചെങ്കിലും കത്തയക്കുന്നത് ആരാണ് എന്ന് മാത്രം വെളിപ്പെടുത്തിയില്ല. അതുകൊണ്ട് തന്നെ ഈ കത്ത് പോലീസിന് ലഭിച്ചോ എന്ന് പോലും സർബ്ജിത്തിന് അറിയാൻ വഴിയില്ലാതായി. അതിനടുത്ത ദിവസം സുർജിത് കൗറിന്റെ അച്ഛൻ ആ വീട്ടിലെത്തി. മകൾ ഇന്ത്യയിൽ നിന്നും ബച്ചൻ കൗറിന്റെ കൂടെ തിരിച്ചു വന്നിട്ടില്ല എന്നറിഞ്ഞതിനെ തുടർന്ന് കാര്യമന്വേഷിക്കാനായാണ് അദ്ദേഹം വന്നത്. എന്നാൽ പഞ്ചാബിലെത്തിയ സുർജിത് കൗർ വിവാഹ ചടങ്ങിനിടെ പരിചയപ്പെട്ട ഒരാളുമായി ഇഷ്ടത്തിലാവുകയും അവനോടൊപ്പം ഒളിച്ചോടി പോവുകയും ചെയ്തു എന്നുമുള്ള കെട്ടിച്ചമച്ച കഥയാണ് ബച്ചൻ കൗർ പറഞ്ഞത്. ബച്ചൻ കൗറിന്റെ കഥ തന്നെ സുഖ്ദേവും ആവർത്തിച്ചു. ഇന്ത്യയിൽ നിന്നും സുർജിത്ത് തന്നെ ഫോണിൽ വിളിച്ചിരുന്നു എന്നും ഇനി താൻ തന്റെ കാമുകന്റെ കൂടെ ഇന്ത്യയിൽ തന്നെയാണ് താമസിക്കുന്നത്, മക്കളെ നോക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല എന്നെല്ലാം പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത്. പക്ഷേ എന്തു വന്നാലും മക്കളെ ഉപേക്ഷിച്ച് സുർജിത്ത് ഒന്നും ചെയ്യില്ല എന്ന് അവളുടെ പാരന്റ്സിനും സഹോദരങ്ങൾക്കും അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഡിസംബർ 21 സുർജിത്തിന്റെ ബ്രദർ ജഗദീഷ് സിംഗ് മെട്രോപൊളിറ്റൻ പോലീസിൽ ഒരു പരാതി നൽകി. ഇതിനെ തുടർന്നാണ് പോലീസ് ഔദ്യോഗികമായ ഒരു അന്വേഷണം ആരംഭിച്ചത്. പക്ഷേ മിസ്സിംഗ് ആണ് എന്ന് പറയുന്ന പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഇന്ത്യയിലേക്ക് പോയത് എന്നുള്ളത് കൊണ്ട് തന്നെ ആരോപണ വിധേയർക്കെതിരെ കാര്യമായ നടപടികളൊന്നും ഉണ്ടായില്ല. അദ്വാൾ കുടുംബം അവരുടേതായ ദൈനംദിന ജീവിതത്തിന്റെ തിരക്കുകളിലായി.
അതേസമയം സുർജിത്തിന്റെ സഹോദരനും പിതാവും നിരന്തരം പോലീസ് സ്റ്റേഷനിൽ കയറിയിറങ്ങി. സുർജിത്തിനെ കണ്ടെത്താൻ ഇന്ത്യയിലും അന്വേഷണം നടത്തണമെന്ന് നിർബന്ധിക്കുന്നതിനായി വിദേശകാര്യ മന്ത്രാലയത്തിലുൾപ്പെടെ അവർ സ്വാധീനം ചെലുത്തി. മറുവശത്ത് സുർജിത്തിന്റെ പേരിലുള്ള 1 ലക്ഷം പൗണ്ടിന്റെ ഇൻഷുറൻസ് തുക കൈപ്പറ്റാൻ സുഖ്ദേവ് ഒരു ശ്രമം നടത്തുകയും അതിൽ പരാജയപ്പെടുകയും ചെയ്തു. ഇതിന്റെ പേരിലുള്ള പോലീസ് എൻക്വയറി ഒഴിവാക്കാനായി സുഖ്ദേവ് കോടതിയിൽ ഒരു വിവാഹമോചന കേസ് ഫയൽ ചെയ്തു. ഇന്ത്യയിലുള്ള തന്റെ ഭാര്യ മറ്റൊരു പുരുഷനോടൊപ്പം പുതിയൊരു ജീവിതം ആരംഭിച്ചുവെന്നും അതിനാൽ തനിക്ക് ഡിവോഴ്സ് അനുവദിക്കണമെന്നുമായിരുന്നു സുഖ്ദേവിന്റെ ആവശ്യം. ഈ കേസ് കോടതിയിൽ നടന്നുകൊണ്ടിരിക്കെ 2020 മെയ് മാസത്തിൽ അദ്വാൾ കുടുംബത്തിലെ 4 പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ബച്ചൻ കൗർ, സുഖ്ദേവ് സിംഗ്, ഹർദേവ് സിംഗ്, സർബ്ജിത്ത് എന്നിവരാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. സുർജിത് കൗറിന്റെ തിരോധാനത്തിൽ അവളുടെ ഭർത്തൃ വീട്ടുകാർക്ക് പങ്കുണ്ട് എന്നുള്ള സംശയത്തിന്റെ പേരിലായിരുന്നു അറസ്റ്റ്. തെളിവുകളുടെ അഭാവത്തിൽ എല്ലാവരെയും ഒറ്റ ദിവസം കൊണ്ട് തന്നെ റിലീസ് ചെയ്തു. എന്നിരുന്നാലും സുർജിത്തിനെ രക്ഷിക്കാൻ ശ്രമിച്ച സർബ്ജിത്തിനെ ഇത് മാനസികമായി തളർത്തി. അദ്വാൾ ഫാമിലിയുടെ അടുത്ത ഇര താനായിരിക്കുമെന്നുള്ള ഒരു ഭയത്തോടെയാണ് അവളുടെ പിന്നീടുള്ള ദിവസങ്ങൾ കടന്നുപോയത്. 2004 സർബ്ജിത്തിന്റെ ആരോഗ്യസ്ഥിതി വഷളാവുകയും അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയും ചെയ്തു. ഭർത്തൃ വീട്ടിലെ പീഡനവും അതേ തുടർന്നുള്ള മാനസിക സംഘർഷങ്ങളുമാണ് സർബ്ജിത്തിന്റെ ആരോഗ്യം വഷളാക്കിയത്. ഇതോടെ ഹോസ്പിറ്റലിൽ വെച്ച് അവൾ ഒരു ഉറച്ച തീരുമാനമെടുത്തു. ഇനിയൊരിക്കലും താൻ ഭർത്തൃ വീട്ടിലേക്ക് തിരിച്ചു പോവില്ല എന്നും അവരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കുകയാണ് എന്നതുമായിരുന്നു സർബ്ജിത്തിന്റെ തീരുമാനം. അസുഖം ഭേദമായി ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തപ്പോൾ അവൾ നേരെ പോയത് സ്വന്തം വീട്ടിലേക്കായിരുന്നു. വീട്ടിലെത്തിയ സർബ്ജിത്ത് സുർജിത് കൗറിനെ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തിയ കാര്യം അച്ഛനോട് തുറന്നു പറഞ്ഞു. ഇത് കേട്ട് ഷോക്കായ അദ്ദേഹം എത്രയും പെട്ടെന്ന് പോലീസിൽ ഇൻഫോം ചെയ്യാൻ പറഞ്ഞു. ഇതേ തുടർന്ന് സർബ്ജിത്തും പിതാവും ചേർന്ന് പോലീസ് സ്റ്റേഷനിലെത്തി ഡീറ്റെയിലായ മൊഴി കൊടുത്തു. അപ്പോഴാണ് താൻ അയച്ച കത്തിനെക്കുറിച്ചോ ക്രൈം സ്റ്റോപ്പേഴ്സിനെ വിളിച്ച ഫോൺ കോളിനെക്കുറിച്ചോ പോലീസുകാർ അറിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം സർബ്ജിത്തിന് മനസ്സിലായത്. ഈ വെളിപ്പെടുത്തലിനെ തുടർന്ന് 2005 കേസ് പുനരാരംഭിക്കുകയും അദ്വാൾ കുടുംബത്തിലെ എല്ലാവരെയും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തു. ഇതോടെ സർബ്ജിത്തിന് അദ്വാൾ കുടുംബത്തിൽ നിന്നും വധഭീഷണിയുണ്ടായി. അതും പോലീസുകാർ അറിഞ്ഞതോടെ അദ്വാൾ ഫാമിലിക്ക് സുർജിത്തിന്റെ തിരോധാനത്തിൽ പങ്കുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായി. ഇതേ തുടർന്ന് മെട്രോപൊളിറ്റൻ പോലീസ് 10 പേരടങ്ങുന്ന ഒരു ടീമിനെ ഇന്ത്യയിലേക്ക് അയച്ച് അന്വേഷണം നടത്തി. ഇന്ത്യയിൽ വെച്ച് സുർജിത് കൗർ കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിന്റെ നിരവധി തെളിവുകളുമായാണ് അവർ തിരിച്ചു വന്നത്. 2003 നവംബർ 3 ബച്ചൻ കൗർ, സുഖ്ദേവ് സിംഗ്, ഹർദേവ് സിംഗ് എന്നിവർ വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. 2006 ഓഗസ്റ്റോടെ ബച്ചൻ കൗറും സുഖ്ദേവ് സിംഗും ചേർന്നാണ് സുർജിത്തിന്റെ കൊലപാതകം ആസൂത്രണം ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടു. ഹർദേവ് സിംഗിന് സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചു. പിന്നീട് ബച്ചൻ കൗർ കുറ്റസമ്മതം നടത്തിയതോടെയാണ് ഇന്ത്യയിൽ വെച്ച് സുർജിത് കൗറിന് എന്താണ് സംഭവിച്ചത് എന്ന് പുറം ലോകമറിഞ്ഞത്. യഥാർത്ഥത്തിൽ നടന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഡൽഹിയിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ബച്ചൻ കൗറിനെയും സുർജിത്തിനെയും എയർപോർട്ടിൽ പിക്ക് ചെയ്യാനെത്തിയത് ബച്ചൻ കൗറിന്റെ സഹോദരനായ ദർശൻ സിംഗ് ആണ്. ഡിസംബർ 5, 6 തീയതികളിൽ പഞ്ചാബിൽ നടന്ന 2 വിവാഹങ്ങളിൽ ഇരുവരും പങ്കെടുത്തു. അതിനുശേഷം ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് മുന്നോടിയായി കുറച്ച് ഷോപ്പിംഗ് നടത്താൻ സുർജിത് കൗർ തീരുമാനിച്ചു. സുർജിത്തിന് പഞ്ചാബിലെ സ്ഥലങ്ങളെക്കുറിച്ചൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ ഷോപ്പിങ്ങിന് ദർശൻ സിംഗിന്റെ കൂടെ പോയാൽ മതിയെന്നാണ് ബച്ചൻ കൗർ പറഞ്ഞത്. ഇതിൻ പ്രകാരം ദർശൻ സിംഗും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും ചേർന്ന് ജീപ്പുമായി വന്നു. ആ ജീപ്പിലാണ് സുർജിത്ത് ഷോപ്പിങ്ങിന് പോയത്. എന്നാൽ ബച്ചൻ കൗർ സുർജിത്തിനെ കൊലപ്പെടുത്താനായി നിയോഗിച്ച വ്യക്തിയായിരുന്നു ദർശൻ സിംഗ്. ഷോപ്പിങ്ങിന് പോകുന്ന വഴി ആ വാഹനത്തിനകത്ത് വെച്ച് ദർശൻ സിംഗും കൂട്ടാളിയും ചേർന്ന് സുർജിത് കൗറിനെ കഴുത്തിഞ്ഞരിച്ച് കൊലപ്പെടുത്തി രവി നദിയിൽ തള്ളിയെന്നാണ് ബച്ചൻ കൗറിന്റെ കുറ്റസമ്മത മൊഴിയിൽ പറയുന്നത്. സുർജിത്തിന്റെ ഡെഡ് ബോഡിയാണെങ്കിൽ ഇതുവരെ കണ്ടെത്താനുമായിട്ടില്ല. 2007 ഏപ്രിൽ 25 ഇംഗ്ലണ്ടിലെ സെൻട്രൽ ക്രിമിനൽ കോടതിയിൽ ഈ കേസിന്റെ വിചാരണ ആരംഭിച്ചു. വിചാരണ വേളയിൽ സർബ്ജിത്ത് കോടതിയിലെത്തി മൊഴി നൽകി. 3 മാസം നീണ്ടുനിന്ന വിചാരണ നടപടികൾക്ക് ശേഷം കേസിലെ വിധി വന്നു. ബച്ചൻ കൗറിനും സുഖ്ദേവ് സിംഗിനും ജീവപര്യന്തം തടവാണ് കോടതി ശിക്ഷയായി വിധിച്ചത്. ബ്രിട്ടന്റെ ചരിത്രത്തിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ഏറ്റവും പ്രായം കൂടിയ വനിതയാണ് ബച്ചൻ കൗർ. 70 വയസ്സുള്ള ബച്ചൻ കൗറിന്റെ പ്രായം പരിഗണിച്ച് 20 വർഷങ്ങൾക്ക് ശേഷം അവർക്ക് പരോൾ നൽകാമെന്നാണ് വിധിയിൽ പറയുന്നത്. എന്നാൽ സുഖ്ദേവ് സിംഗിന് 27 വർഷങ്ങൾക്ക് ശേഷമേ പരോളിന് അർഹതയുള്ളൂ. 2009 ഈ വിധിക്കെതിരെ ബച്ചൻ കൗർ അപ്പീൽ നൽകി. അപ്പീൽ തള്ളിപ്പോയെങ്കിലും പ്രായാധിക്യവും അസുഖങ്ങളും കാരണം ബച്ചൻ കൗറിന്റെ ശിക്ഷ 15 വർഷമാക്കി കുറച്ചു. ഇതോടെ 2022 ബച്ചൻ കൗർ ജയിൽ മോചിതയായി. സുർജിത് കൗറിന്റെ കൊലപാതകം നടന്നത് ഇന്ത്യയിൽ വെച്ചായതുകൊണ്ടും അതിൽ നേരിട്ട് പങ്കെടുത്തത് 2 ഇന്ത്യക്കാരായതുകൊണ്ടും ബ്രിട്ടീഷ് പോലീസിന് അവർക്കെതിരെ നടപടികളൊന്നും എടുക്കാൻ കഴിഞ്ഞില്ല.
സുർജിത് കൗറിന്റെ ഡെഡ് ബോഡി ഇന്നേ വരെ ലഭിക്കാത്തതുകൊണ്ട് തന്നെ പഞ്ചാബ് പോലീസിനും ദർശൻ സിംഗിനെയോ കൂട്ടാളിയെയോ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ സർബ്ജിത്ത് ഹർദേവ് സിംഗിനെ ഡിവോഴ്സ് ചെയ്ത് കുട്ടികളുമായി മാറി താമസിക്കുന്നു. സുർജിത് കൗറിന്റെ കുട്ടികളുടെ സംരക്ഷണം ഇംഗ്ലണ്ടിലെ ഒരു സോഷ്യൽ സർവീസ് ഏജൻസി ഏറ്റെടുക്കുകയായിരുന്നു. സുർജിത് കൗറിന്റെ പാരന്റ്സ് മകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമിക്കാതിരുന്നതാണ് അവളുടെ കൊലപാതകത്തിൽ അവസാനിച്ചത് എന്ന് പറയാതെ വയ്യ. ഓൾറെഡി സുർജിത് കൗർ ഭർത്തൃ വീട്ടിൽ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പാരന്റ്സിനോട് പറഞ്ഞതാണ്. എന്നിട്ടും അവർ കൃത്യമായൊരു ഇടപെടൽ നടത്തുന്നതിന് പകരം മകളെ ഭർത്തൃ വീട്ടുകാരുടെ ഇഷ്ടം നേടിയെടുക്കുന്നതിനായി പറഞ്ഞയക്കുകയായിരുന്നു. അത് സുർജിത് കൗറിന്റെ കൊലപാതകത്തിലാണ് അവസാനിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റ് ചെയ്തു പറയൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം. ബൈ.